വെൽക്കം ബാക്ക്. ദിസ് ഇസ് ദ 18th ഡേ ഓഫ് മൈ ചലഞ്ച്. അപ്പോൾ നമ്മൾ ഇനി നേരെ മെഡിറ്റേഷനിലേക്ക് പോകാം. എനിക്ക് 6 മണി കഴിയുമ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നു കൊടുക്കാൻ പോകണം. കാരണം ഞങ്ങളുടെ പറഞ്ഞ ലോണറില്ല. എൻ്റെ അച്ഛൻ മരിച്ചോണ്ട് പുള്ളിയും ഫാമിലിയും അവിടെ നാട്ടിൽ പോയിക്കോണം. സോ അതുകൊണ്ട് എനിക്ക് 6 മണിയാകുമ്പോൾ മോട്ടർ ഇടാൻ വേണ്ടി ഗേറ്റ് തുറന്നു കൊടുക്കണം. സോ എനിക്ക് 9 മണിക്ക് ക്ലാസ് ഉണ്ട്. സോ അതിന് മുമ്പ് നമ്മൾ ഈ പരിപാടിയൊക്കെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ നമ്മൾ മെഡിറ്റേഷൻ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വിചാരിച്ചു. ഇത് ഞാൻ ചോറിന് വെച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തേക്കുള്ള ഉച്ചയ്ക്കുള്ള ഫുഡും റെഡിയാക്കി രാവിലെ കഴിക്കാനുള്ളതും കഴിച്ചിട്ട് കോളേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 9 മണിക്കാണ് ക്ലാസ്. നമുക്ക് ഇതൊക്കെ ആയിട്ട് ചെയ്യാം. ഗൈസ് അപ്പോൾ ഞാൻ റെഡിയായി. അപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡും പാലും വേഗം കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. സോ ഇന്ന് ഭാണ്ട കെട്ടൊക്കെ ആയിട്ടാണ് 2 ടെക്സ്റ്റൊക്കെ ഉണ്ട്. സോ പോയിട്ട് വരാം. വലിയ ചായ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പോൾ ഏകദേശം 5 മണിയായി. ഇനിയിപ്പോൾ ഒന്ന് മേല് കുളിച്ച് വരണം. അപ്പോൾ പോയി കുളിച്ചിട്ടൊക്കെ വരാം. ഞങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു, എക്സ്റ്റൻഷൻ്റെ പ്രാക്ടിക്കലുണ്ട്. സോ നമുക്ക് കുളിച്ചിട്ട് വരാം. തുണി എനിക്ക് ഇന്ന് കഴുകാൻ മൂടില്ല, നാളെ കഴുകാം ഗൈസ്. ഗൈസ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ മതിയാ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇന്ന് 5 മണി വരെ എക്സ്റ്റൻഷൻ്റെ പ്രാക്ടിക്കൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിച്ചു. ഇപ്പോൾ ഫ്രഷായി. ഇനി എനിക്ക് പ്രാർത്ഥിക്കണം, ചായ ഇടണം. ഇപ്പോൾ ഏകദേശം 6 മണി എന്തോ ആയി കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക്. കുളിച്ച് തുണി അടിയില്ല കേട്ടോ, തുണി അടിയില്ല. കാരണം സമയം ഒത്തിരി താമസം. പിന്നെ നല്ല മഴക്കോള് പോലെ ഉണ്ട്. പിന്നെ തുണി കൊണ്ട് മേലിട്ട് പിന്നെ എടുക്കാൻ ഓടണം. പിന്നെ ഞാൻ മറിഞ്ഞ് വീഴണം. പിന്നെയും നടു പോകണം. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ഇങ്ങനെ വേദന എടുക്കും. പക്ഷേ എങ്കിലും അന്നത്തെ അത്ര വേദനയൊന്നുമില്ല. എന്തായാലും അത് നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കണമെന്ന് വെച്ചാൽ ഇന്നിപ്പം തുണി അടിക്കില്ല, നാളെ കഴുകാം. നാളെ ഞായറാഴ്ചയാണ്, അവധിയാണ്. സോ ഇനി എനിക്ക് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം, പിന്നെ പ്രാർത്ഥിക്കണം, ചായ ഇട്ട് കുടിക്കണം. ഇതൊക്കെയാണ് പരിപാടി. സോ അപ്പം ഇന്ന് അത്യാവശ്യം കുറച്ച് എന്താ പറയുക, ബിസി ഡേ ആയിരുന്നു. കാരണം കോളേജിൽ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ കോളേജിലായിരുന്നു. പിന്നുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ഒരു ഡയറി പ്ലാന്റ്, അതായത് നമ്മുടെ അവിടുത്തെ മിൽമയില്ലേ, മിൽമ പോലെ ഇവിടുത്തെ ഇതാണ് ലോട്ടസ് ഡയറി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളെ അടുത്ത ആഴ്ച വിസിറ്റിന് കൊണ്ടുപോകുന്നുണ്ട്. 2 ദിവസമായിട്ടാണ്, 7 and 8. ഐ തിങ്ക് ഇറ്റ്സ് ട്യൂസ്ഡേ ആൻഡ് വെൻസ്ഡേ. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫസ്റ്റ് ബാച്ചിലും ഞാൻ സെക്കൻഡ് ബാച്ചിലുമാണ്. അത് കുറച്ച് കഠിനമാണ്, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് പ്ലാന്റ് കണ്ടാൽ മതിയല്ലോ. നമ്മുടെ അവിടുത്തെ മിൽമ പോലത്തെ ഇവിടുത്തെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ലോട്ടസ് ഡയറി പ്ലാന്റ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഞാൻ 11th പോകുന്നത്. ഞാനപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് പോയി കഴിഞ്ഞിട്ടായിരിക്കുമോ കൊണ്ടുപോകുന്നതെന്ന്. എന്തായാലും പോകുന്നതിന് മുമ്പ് കൊണ്ടുപോകുന്നത് വളരെ സന്തോഷമുണ്ട്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് പോയി എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ കാണുന്നതാണല്ലോ. ഞാൻ മിൽമ, നമ്മുടെ നാട്ടിൽ ഇത്ര അടുത്ത് നടന്നിട്ട് ഞാൻ മിൽമയുടെ പ്ലാന്റ് പോലും പോയിട്ടില്ല. അപ്പം നമുക്കിതൊരു അനുഭവമാണല്ലോ, പോയി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പ്രാർത്ഥിച്ചൊക്കെ ചായ കൊടുത്തിട്ട് ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം. സോ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു സിനിമ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ ഏത് സിനിമയാണെന്നൊന്നും ഉറപ്പിച്ചില്ല, ഏതെങ്കിലും ഒരു സിനിമ ആണെന്ന് വിചാരിച്ചു. ആൻഡ് ഐ എം ഫീലിംഗ് ബെറ്റർ എവറി ഡേ. എല്ലാ ദിവസവും ഞാനിങ്ങനെ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പം കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് സംഭവിക്കണമെന്നൊക്കെ. അപ്പോൾ അതുപോലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ അതിനെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓരോന്നും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഐ തിങ്ക് 30 days ആകുമ്പോൾ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ഞാൻ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ ഡേയും പുതിയ പുതിയ അനുഭവങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് സോ ഹാപ്പിയാണ് ഞാൻ. ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ കുറച്ച് ഡള്ളായിരുന്നു. എനിക്ക് ഭയങ്കര മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണോ, എന്ത് കാരണമൊന്നുമില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ഡള്ളായിരുന്നു. ബട്ട് എങ്കിലും ഞാൻ ഈ ചലഞ്ച് നിർത്തിയില്ല. സോ ദിസ് ഈസ് 18th ഡേ ഓഫ് മൈ ചലഞ്ചാണ്. അത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയി. ഒരുപാട് മാനസികമായിട്ട് കുറച്ച് ഡള്ളായിരുന്നു ഞാൻ 2-3 ദിവസം മുമ്പ് വരെ.
ഇന്നലെയും അങ്ങനെയായിരുന്നു. ഇന്ന് രാവിലെയും കുറച്ച് ഇതായിരുന്നു. ബട്ട് നൗ ഐ എം ഫീലിംഗ് ബെറ്റർ. സോ ഈ ചലഞ്ച് എന്നിട്ടും ഞാൻ നിർത്താതെ കൊണ്ടുപോയതിൽ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനമുണ്ട്. വെൽ ഡൺ മൈ ഗേൾ എന്ന് ഞാൻ തന്നെ പറയും. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എനിക്കിനി ഒരു സിനിമയൊക്കെ കണ്ടിങ്ങനെ ചില്ലടിച്ചിരിക്കാനാണ് തോന്നുന്നത്. സോ ഞാൻ നാളെ 19th ഡേ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ. സോ ഇതുപോലെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ കാണുന്നവരെ ബൈ ഗൈസ്. അപ്പം തന്നെ പാത്രം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പണ്ട് എന്നെ അടിക്കുമായിരുന്നു.